ഹലോ. അപ്പോൾ ഇന്ന് നമ്മൾ എൻ്റെ അമ്മയുടെ വീട്ടിലോട്ട് പോകണ്ട. അപ്പോൾ ഞാൻ എൻ്റെ വീട്ടിലാണ് കുറച്ച് ദിവസമായിട്ട്, ഒരാഴ്ചയായി. അപ്പോൾ ഈ ആഴ്ച നമ്മളിപ്പോൾ 2 ആഴ്ച നിൽക്കാനുള്ള കണക്കുട്ടിയാണ് വന്നത്. പാൽക്കുട്ടി അപ്പോൾ റെഡി ആയിട്ട് നിന്നിട്ട് അവൾക്ക് എവിടെ പോയാലും ഒരു കരച്ചിലുണ്ട് റെഡിയായി കഴിയുമ്പോൾ. അങ്ങനെ നമ്മൾ വീടിൻ്റെ അടുത്തുള്ള ഇടവഴി കയറിയിട്ടാണ് വന്നത്. അത് മറ്റേ വഴിയാകുമ്പോൾ കുറേ നടക്കേണ്ടി വരും. നമ്മൾ ഇടവഴി കയറി റോഡിലെത്തി നമ്മൾ കൊച്ചാലെത്തി നമ്മൾ സ്റ്റോപ്പിലോട്ട് നടക്കുകയാണ്. അങ്ങനെ ബസ്സൊക്കെ കയറി പാർക്കുട്ടിയാണെങ്കിൽ ബസ്സിൽ കയറി കഴിഞ്ഞാൽ പിന്നെ ഒരു അനന്ത ശരീരത്തിനുള്ളൊരു ഇരിപ്പാണ്. അങ്ങനെ തന്നെ ഇരുന്നോളും. അങ്ങനെ നമ്മൾ പറവൂർ സ്റ്റാൻഡ് എത്തിയിട്ട് ഇതായിട്ട് പറവൂർ സ്റ്റാൻഡ് നമ്മുടെ അവിടുത്തെ ഞാൻ കുറേ നാൾ വില തീരുന്ന സ്റ്റാൻഡാണ്. അങ്ങനെ നമ്മുടെ നാട്ടിൽ കൂടെയൊക്കെ നടക്കുമ്പോൾ എന്താ ഒരു സംഭവം, നമ്മൾ ലോങ് ഡിസ്റ്റൻസിൽ കല്യാണം കഴിഞ്ഞവർക്ക് ആ ഒരു എന്താ പറയുക, ആ ഒരു ഫീലിംഗ് ഉണ്ടാവുള്ളൂ നമ്മുടെ നാട് വീടൊക്കെ കാണുമ്പോൾ. അങ്ങനെ നമ്മൾ അവിടേക്ക് പോകാൻ വേണ്ടി കുറച്ച് കടികളൊക്കെ വെച്ചിട്ടുണ്ട്. പാർക്കുട്ടിയാണെങ്കിൽ അമ്മാമ്മയുടെ കയ്യിൽ ഞാൻ അവളെ കൊടുത്തപ്പോൾ അവൾ എന്നെ നോക്കി മോങ്ങണമായിരുന്നു. നമ്മൾ ബസ്സിൽ കയറി, അടുത്ത ബസ് കയറിയിട്ട് കുഞ്ഞിത്തെ ബസ്സാണ് ശരിക്കും വേണ്ട. പക്ഷേ ഞങ്ങൾ കൊടുങ്ങല്ലൂർ ബസ് കയറി. കൊടുങ്ങല്ലൂരാണെങ്കിലും നമുക്ക് ഇറങ്ങിയിട്ട് കുറച്ച് നടക്കാനുണ്ട്. നമ്മൾ ബസ്സൊക്കെ കയറി ബസ് ഇറങ്ങി നേരെ അവരുടെ വീട്ടിലോട്ടുള്ള വഴി നടക്കേണ്ട. അപ്പോൾ അവിടെ ഹൈവേയുടെ പണി നടക്കുന്നതുകൊണ്ട് ഭയങ്കര ചെളി വിളിന്നൊക്കെ ആയിട്ട് കിടക്കുകയാണ്. നമ്മൾ ഒക്കെ വീട്ടിലെത്തിയതാണ് കേട്ടോ. അപ്പോൾ അമ്മയുടെ വീടെന്ന് പറയണത് അമ്മയുടെ അമ്മയാണ്. അപ്പോൾ ആൾ കാലിൻ്റെ മുട്ടിൽ 2 ഓപ്പറേഷൻ കഴിഞ്ഞിരിക്കുകയാണ്. മടങ്ങി വളഞ്ഞിട്ട്. ഇതാണ് നമ്മുടെ അമ്മയുടെ വീട് കേട്ടോ. അപ്പോൾ ഞാനപ്പോൾ വന്നപ്പോൾ തന്നെ പാറുവിന് കഞ്ഞിയൊക്കെ കുടിച്ചു. കാരണം അവൾക്ക് ടൈമിംഗ് ഉള്ള ആളാണ്. വിശന്ന് കഴിഞ്ഞാൽ പിന്നെ അവളെല്ലാം ഉണ്ടാവും. പിന്നെ എന്താണോ അവൾ വന്നപ്പോൾ താഴെ നിന്ന് അവളുടെ ഇപ്പോൾ കളിക്കണേന്നു. പിന്നെ അച്ഛൻ മിലിറ്ററിയിലായതുകൊണ്ട് അച്ഛൻ കൊച്ചിയിലടക്കം പോകുമ്പോൾ ഇതേപോലെ സാധനങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് വരും കേട്ടോ. അപ്പോൾ ഇതേപോലെ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ടെന്നാൽ അവർക്കാണെങ്കിൽ ഒന്നും അങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടെ. അവരിങ്ങനെ ഡേറ്റ് തീരുന്നവരെ അത് എവിടെയും പാടയിലാണ് ചോദിച്ച് നശിപ്പിക്കും. അപ്പോൾ ഈ പ്രാവശ്യം പോയപ്പോൾ ഞാൻ എൻ്റെ ഇതിൻ്റെ കണ്ണിൽ പെട്ടുകൊണ്ട് ഞാനപ്പോൾ എന്തെങ്കിലും യൂട്യൂബിൽ നോക്കി ട്രൈ ചെയ്യാമെന്ന് ചോദിച്ചപ്പോൾ കസ്റ്റാർഡ് പൗഡറൊക്കെ ഉണ്ടായിരുന്നു. ഞാനപ്പോൾ ആദ്യം ജെല്ലി ഒന്ന് വെള്ളത്തിലിട്ട് തണുപ്പിക്കാൻ വെക്കാൻ വേണ്ടി ജെല്ലിയൊക്കെ തിളപ്പിച്ച് വെച്ചു വിട്ടാൽ ഞാൻ ഒരു പാലാണെന്ന് ചോദിച്ചു നൈസായിട്ട് ഞാൻ തൈര് എടുത്ത് ഒഴിച്ച് കഴിച്ചു. എന്നിട്ട് പിന്നെ രണ്ടാമത് കളഞ്ഞ് വീണ്ടും പാലെടുത്തു. അത് കസ്റ്റാർഡാണ് റെഡിയാക്കണം. നമ്മൾ പാല് തിളപ്പിക്കാൻ വെച്ചിട്ട് അതിനകത്തോട്ട് ഈ കസ്റ്റാർഡ് മിൽക്ക് ഇങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്ത് വെച്ചത് നമ്മൾ അതിനകത്തേക്ക് ഒഴിച്ചു. കാരണം കസ്റ്റാർഡ് വരുമ്പോൾ തന്നെ കട്ട പിടിക്കേണ്ടത്. എന്താ അമ്മയുടെ അവിടെ മുറിയിൽ ഒരു ബാത്റൂം തിരിച്ചിട്ടുണ്ട് കേട്ടോ. ചേച്ചി ഞാൻ പറഞ്ഞില്ല, ചേച്ചി കൊച്ചി പോകുമ്പോൾ ഓരോ സാധനങ്ങൾ വാങ്ങിച്ചുകൊണ്ട് നിർത്തുന്നതാണ് കേട്ടത്. പിന്നെ അങ്ങനെ അവിടെ അത് നൈസായിട്ടൊരു ഡെറ്റോൾ കുപ്പിയൊക്കെ അടിച്ചു പറ്റി. പിന്നെ നമ്മൾ ഇതായിട്ട് എൻ്റെ ആൻറ്റി ഇവിടെ ഉണ്ടായിരുന്നില്ല. ആൻറ്റി ഒരു മോണ്ടിസോറി ടീച്ചറാണ്. അപ്പോൾ സ്കൂളിൽ പോയി വന്നപ്പോൾ വിശേഷം പറഞ്ഞാണ്. അപ്പോൾ ആൾ ഹെയർ സ്റ്റൈൽ മുടിയൊക്കെ ഒന്ന് വെട്ടിയായിരുന്നു. അപ്പം നമ്മളതൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടി മുടിയൊക്കെ അയച്ചിട്ട് അപ്പോൾ ആൾക്ക് മുടി വെട്ടിയപ്പോൾ സംഭവം കൊള്ളാൻ ലുക്കായിട്ടുണ്ട്. അപ്പോൾ ആൾക്കതിൽ ഉള്ളൊന്നുമില്ല മുടിക്ക്. അപ്പോൾ വെട്ടിയിട്ട് കഴിഞ്ഞപ്പോൾ ഒരു ഉള്ളു പോലെ കാണാനൊരു പെർഫെക്റ്റ് ഭംഗിയൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ആൻറ്റീനോട് മുടിയൊക്കെ ഒന്ന് ചീകിയിട്ട് എങ്ങനെയുണ്ടെന്ന് എനിക്കും വെട്ടാൻ ആഗ്രഹമുണ്ട്. പക്ഷേ എന്താ പറയുക, കൊല്ലങ്ങളോളം നീണ്ടു നിന്നിട്ടാണ് എൻ്റെ മുടി വളർന്നത്. അതേ പറയാമല്ലോ, ഇത്രയും മുടി ആയത് തന്നെ എത്രയോ നാളുകൊണ്ടാണെന്ന് അറിയാം. കുറ്റിച്ചൂല് പോലെയാണ് എൻ്റെ മുടി എടുക്കണം. ഞാൻ സ്മൂത്തനിങ് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ചുരുണ്ട് വീണ്ടും സ്മൂത്തനിങ് ചെയ്യാനാണ് പ്ലാൻ. കണ്ട ആൻറ്റിയുടെ മുടി നല്ല ഭംഗിയിൽ കിടക്കണാനായിട്ട് കൊത്തിയൊക്കെ അവിടെ ഉണ്ട് വെട്ടാൻ. എന്നാലും എന്താ ചെയ്യാം. പക്ഷെ ആൻറ്റിയുടെ മുടിയുടെ പോലെ മറ്റുള്ളവരുടെ മുടി കിടക്കണമെന്നില്ലല്ലോ. ആൻറ്റിയുടെ നല്ല ഭംഗിയായിട്ട് കിടപ്പുണ്ട്. പിന്നെ നമ്മൾ എൻ്റെ അടുത്ത മാമൻ്റെ വീട് അവിടെ തന്നെ ഉണ്ട് കേട്ടോ. 2 മാമന്മാരാണ്. ഒരു മാമൻ തറവാട്ടിൽ, ഇത് വേറെ മാമനുണ്ട്. അപ്പോൾ അവിടെ നിന്ന് നമ്മൾ ആൻറ്റിയുടെ വീട്ടിലെത്തി. അപ്പം നമ്മൾ യൂട്യൂബിൽ വീഡിയോ എടുക്കുന്നത് പറഞ്ഞപ്പോൾ അവർക്ക് മാറേണ്ട കണ്ട ആൻറ്റി യൂട്യൂബിലിടുന്നതാണ്. പിന്നെ നമ്മൾ വീണ്ടും അങ്ങനെ തന്നെ എത്തി. നമ്മൾ സാധനങ്ങളൊക്കെ എടുത്ത് ബസ് സ്റ്റോപ്പിലോട്ട് പോകുമ്പോഴത്തേക്ക് ടച്ചിച്ച് അങ്ങനെ നമ്മൾ വീണ്ടും വന്ന വഴി തന്നെ ഹൈവേ കൂടെ ഒക്കെ നടന്ന് പാറക്കുട്ടിയുടെ ഞാൻ ചവിട്ടിലാണ് ഞാനൊരു പൂവൊക്കെ വെച്ച് കൊടുത്തു. ഒരു കോളാമ്പി അവൾ കൈ പിടിച്ചോണ്ട് വീട് വരെ നടന്നതാണ്. അങ്ങനെ നമ്മൾ വീണ്ടും നമ്മുടെ വീട്ടിലെത്തി ഗൈസ്. ബസ്സൊക്കെ കയറി അതാണ് നമ്മുടെ വീട്. ഇതാണ് നമ്മുടെ വീട്.